എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് admissions.keralauniversity.ac.in/FYUGP 2025/index.php എന്നുള്ള പേജ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. ഇവിടെ ആപ്ലിക്കൻ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ പാസ്വേഡ് എന്ന് കൊടുത്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാനായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പറോ പാസ്വേഡോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് എൻ്റർ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെലക്ട് കാറ്റഗറി സെലക്ട് എന്നുള്ളിടത്ത് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറാണോ പാസ്വേഡാണോ മറന്നുപോയത്, അവിടെ ഫോർഗോട്ട് ആപ്ലിക്കേഷൻ നമ്പർ ആണെങ്കിൽ പാസ്വേഡ് ഫോർഗോട്ട് ആപ്ലിക്കേഷൻ നമ്പർ ആണെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ മറന്നുപോയതാണ്. അതുപോലെ ഫോർഗോട്ട് പാസ്വേഡ് ആണെങ്കിൽ പാസ്വേഡാണ് മറന്നുപോയത്. നിങ്ങൾ ഏതാണ് മറന്നുപോയത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത ശേഷം പിന്നീടുള്ള സ്റ്റെപ്പുകളിൽ നിങ്ങൾ അതിൽ പറയുന്ന ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറോ പാസ്വേഡോ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ആയിട്ട് കിട്ടുന്നതും പാസ്വേഡ് ആണെങ്കിൽ പുതിയ പാസ്വേഡ് നിങ്ങൾ നൽകി അത് റീസെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടി വരിക. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫൈലിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് താഴായിട്ട് മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അലോട്ട്മെൻറ്റ് ഇപ്പോൾ പുതുതായിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറെ എവിടെയും കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവിടെ കൺഗ്രാറ്റുലേഷൻസ് ഉണ്ടാവില്ല, സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് ടൈം എന്നാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് ഇതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും നിലവിൽ ഇപ്പോൾ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിലും നിലവിൽ എവിടെയാണോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അലോട്ട്മെൻറ്റ് കാണിക്കുന്നത് അവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമാണുള്ളൂ, ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ അതായത് എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഷെഡ്യൂൾ നോക്കാം. ഷെഡ്യൂളിൽ കൃത്യമായിട്ട് എത്ര രൂപയാണ് ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ജനറൽ വിഭാഗമാണെങ്കിൽ 2800 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 1390 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ നിങ്ങൾ NIOS മറ്റ് സംസ്ഥാന ബോർഡുകളിലെ വിദ്യാർത്ഥികൾ ആണെങ്കിൽ SC/ST വിഭാഗമാണെങ്കിൽ 865 രൂപ, മറ്റുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ 2275 രൂപയാണ് വരിക. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ പഠിച്ചവരാണെങ്കിൽ SC/ST ആണെങ്കിൽ 1390, അതുപോലെ മറ്റ് വിഭാഗങ്ങൾ SC/ST അല്ലാതെ വേറെ വിഭാഗങ്ങൾ ഉൾപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും 2800 രൂപയാണ് ഫീസ് വരിക. ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഫീസ് മാത്രമാണ്. കോളേജിൽ വേറെ ഫീസ് ഉണ്ടാകും. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ അതിനനുസരിച്ച് ചെറിയ ഫീസ് ആയിരിക്കും. സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ കുറച്ച് ഫീസ് ഉണ്ടാകും. അതുപോലെ തന്നെ എയ്ഡഡ് കോളേജിലും സാധാരണ അതിൽ ഫീസ് കുറവായിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ വിളിച്ചിട്ട് എത്ര രൂപയാണ് ഫീസ് വരിക എന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം അഡ്മിഷൻ എടുക്കാനായിട്ട് പോവുക. കാരണം ഈ ഒരു എത്ര രൂപയാണ് ഫീസ് വരിക എന്ന് മനസ്സിലായാൽ മാത്രമാണ് അത്രയും ഫീസൊക്കെ എടുത്ത് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 26, 27, 28, 30 തീയതികളായിട്ടാണ് അഡ്മിഷൻ നേടാൻ പറ്റുക. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് പരിശോധിക്കണമെങ്കിൽ ഇവിടെ വെബ്സൈറ്റിൽ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഓഫ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെലക്ട് കോഴ്സ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവരുടെ നിങ്ങൾ ഏത് കോഴ്സിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കാണോ നിങ്ങൾക്ക് അറിയേണ്ടത് ആ ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കോഴ്സ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതായത് ഞാൻ ജസ്റ്റ് എനിക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണോ അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതിനുശേഷം ഗെറ്റ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ താഴെ ലിസ്റ്റഡ് ആയിട്ട് വന്നത് കാണാം. ഇവിടെ ഏതൊക്കെ കോളേജിലാണ് ആ ഒരു കോഴ്സ് ഉള്ളത് അതിനനുസരിച്ച് ആ ഒരു കോളേജുകളുടെ ലിസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇവിടെ ആ ഒരു ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഇവിടെ കാണാം ജനറൽ വിഭാഗത്തിലുണ്ട്. അതുപോലെ EVA, മുസ്ലിം, LC, OBX, OBH, SC, ST, EWS, ഡിഫറൻഷ്യൽ ഏബിൾഡ്, TLM, ട്രാൻസ്ജെൻഡർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്നും കൊടുക്കാതിരിക്കുന്നത് ആ ഒരു വിഭാഗത്തിൽ നിന്നും അവിടെ ആ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ടാകും. അതുപോലെ ജനറൽ കാറ്റഗറിയിൽ ഈ ഒരു എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്നതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥികൾക്ക് ആ ഒരു വിഭാഗത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വിഭാഗത്തിൽ അതായത് ഏത് കാറ്റഗറിയിൽ ആണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളത് അതിൽ അവരുടെ ആ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏറ്റവും അവസാനം അലോട്ട് ചെയ്തിട്ടുള്ള അതായത് അലോട്ട്മെൻറ്റ് നൽകിയിട്ടുള്ള വിദ്യാർത്ഥിയുടെ ലാസ്റ്റ് ഇൻഡെക്സ് ആ ഒരു വിദ്യാർത്ഥിയുടെ റാങ്കാണ് ഇവിടെ കാണുന്നത് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കായിട്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ ഇവിടെ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ്ഡ് ഓൺ 2025 അതായത് 25/6/2025 ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇവിടെ ക്ലിക്ക് ഹിയർ ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞ പ്രകാരമുള്ള അതായത് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഇവിടെ കേരള സർവകലാശാല 1ാം വർഷ ബിരുദ പ്രവേശനം 2025 2ാം ഘട്ട അലോട്ട്മെൻറ്റ് നിർദ്ദേശങ്ങൾ.
അതായത് വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അതായത് http://admissions.keralauniversity.ac.in/FYUGP 2025 എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത ശേഷം അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. കോളേജിൽ പ്രവേശനം നടക്കുന്നത് അതായത് ഇന്നും നാളെയും മറ്റന്നാളും അതിനുശേഷം ജൂൺ 30-ാം തീയതിയാണ്. അതായത് 26, 27, 28, 30 തീയതികളായിട്ടാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് ക്ലിക്ക് ഹിയർ ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സർവ്വശാല അഡ്മിഷൻ ഫീസ് ഓൺലൈനായിട്ട് അടക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച് സർവ്വശാല അഡ്മിഷൻ ഫീസ് അടച്ച വിദ്യാർത്ഥികൾക്ക് പ്രൊഫൈലിൽ നിന്നും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ്, കോഴ്സ് അതുപോലെ തന്നെ കാറ്റഗറി, അഡ്മിഷൻ തീയതി തുടങ്ങിയ വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ്. അത് ഫീസ് അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ്. അസൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സഹിതം കോളേജിൽ ഹാജരായി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഏതെങ്കിലും കാരണത്താൽ നിശ്ചിത തീയതിയിൽ കോളേജിൽ നിങ്ങൾക്ക് ഹാജരാവാൻ സാധിക്കാത്തവർ അതത് കോളേജിലെ പ്രിൻസിപ്പാളുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ദിവസത്തേക്കുള്ള നിങ്ങളുടെ അഡ്മിഷൻ മാറ്റിത്തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ നിലനിർത്തിയതിനാൽ പുതിയ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരായി നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കണം. പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് മുൻ അഡ്മിഷനിൽ തുടരാൻ സാധിക്കുന്നതല്ല. ജൂൺ 30-ന് മുമ്പ് പുതിയ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കാത്ത പക്ഷം അലോട്ട്മെൻറ്റ് നഷ്ടമാകുന്നത് ആണെന്ന് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ താൽക്കാലിക അഡ്മിഷൻ സൗകര്യം, ഈ ഒരു ടെമ്പററി അഡ്മിഷൻ സൗകര്യം 2ാം ഘട്ട അലോട്ട്മെൻറ്റ് മുതൽ ലഭ്യമല്ല. പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ കോളേജിലെ നിശ്ചിത ഫീസ് അടച്ച് നിർബന്ധമായിട്ടും സ്ഥിര അഡ്മിഷൻ നേടേണ്ടതാണ്. ഈ ഒരു ഘട്ടത്തിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും അതായത് ഒറിജിനൽ TC ഉൾപ്പെടെ കോളേജിൽ സമർപ്പിക്കേണ്ടതാണ്. നിലവിൽ ടെമ്പററി അഡ്മിഷൻ എടുത്തവർ 2ാം ഘട്ട അലോട്ട്മെൻറ്റിൽ മാറ്റം വന്നിട്ടില്ലെങ്കിൽ പോലും കോളേജിൽ നിങ്ങൾക്ക് എവിടെയാണോ നിലവിലുള്ള അഡ്മിഷൻ അതല്ലെങ്കിൽ പുതുതായിട്ട് എവിടെയാണോ കിട്ടിയിട്ടുള്ളത് അവിടെ പോയിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ കോളേജിൽ അഡ്മിഷനായിട്ട് അതായത് കോഴ്സ് ഫീസായിട്ട് അടക്കേണ്ട ആ ഒരു ഫീസ് അടച്ച് നിർബന്ധമായിട്ടും അത് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇപ്രകാരം താൽക്കാലിക അഡ്മിഷൻ എടുത്തവർക്ക് സ്ഥിര അഡ്മിഷനിലേക്ക് മാറുന്നതിനുള്ള സൗകര്യം ജൂൺ 30-ാം തീയതിയാണ്. അത് അവസാന തീയതി ജൂൺ 30-ാം തീയതിയാണ്. അതിനുള്ളിൽ സ്ഥിര അഡ്മിഷൻ എടുക്കാത്തവരുടെ അഡ്മിഷൻ നഷ്ടപ്പെടുന്നതാണ്. 2ാം ഘട്ട അലോട്ട്മെൻറ്റിൽ സ്ഥിര അഡ്മിഷൻ എടുക്കുന്നവർക്കും താല്പര്യമുള്ളവർക്ക് തുടർന്ന് വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് ഓപ്ഷനുകൾ സമർപ്പിച്ച് പങ്കെടുക്കാവുന്നതാണ്. ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഡിജി ലോക്കറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത മാർക്ക് ലിസ്റ്റോ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും മാർക്ക് ലിസ്റ്റോ ഡൗൺലോഡ് ചെയ്തെടുത്തോ വിദ്യാർത്ഥികൾ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പാൾ സാക്ഷ്യപ്പെടുത്തിയോ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കിയാൽ മതിയാകും. അതുപോലെ തന്നെ അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അബാർ ID നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. അതിനാൽ നിലവിൽ അബാർ ID ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ തീയതിക്ക് മുമ്പായിട്ട് തന്നെ www.abc.gov.in എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിച്ച് അബാർ ID ജനറേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമാണ്. അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അല്ല, നിങ്ങൾക്കിപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ എവിടെയാണോ കിട്ടിയത് അവിടെ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. ഇനി അതേസമയം നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ ഏതെങ്കിലും ഒന്നാമത്തെ ഓപ്ഷൻ അല്ല, അതായത് ഇപ്പോൾ ജസ്റ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് 5ാമത്തെ ഓപ്ഷനാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് എടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങളിപ്പോൾ ടെമ്പററി അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയതെന്ന് വിചാരിക്കുക. നിങ്ങൾ ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹയർ ഓപ്ഷൻ നിലനിർത്തിയിട്ടുണ്ടെങ്കിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളിവിടെ ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ എടുത്തതെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അതേസമയം നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടി, അതായത് ആദ്യം നിങ്ങൾ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ ടെമ്പററിയോ അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നേടി. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾ ഹയർ ഓപ്ഷൻസ് നിലനിർത്തി. ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഓപ്ഷൻ്റെ മുകളിൽ ബാക്കിയുള്ള ഓപ്ഷനുകളാണ്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള ഓപ്ഷൻ അവിടെ നിലനിർത്തിയത് കാരണം തന്നെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് എവിടെയാണോ കിട്ടിയത് ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഫീസ് അടച്ച്, കോളേജിൽ കോഴ്സ് ഫീസ് സെപ്പറേറ്റ് ആണ്, ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അടക്കുന്ന അഡ്മിഷൻ ഫീസും സെപ്പറേറ്റ് ആണ്. അപ്പോൾ ആ ഒരു ഫീസ് അടച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ കോളേജിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടില്ല, നിങ്ങൾ ഓൾറെഡി അവിടെ നിലവിൽ കിട്ടിയ സീറ്റ് മാറിയിട്ടില്ലെങ്കിലും ടെമ്പററി അഡ്മിഷനാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടില്ല, അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുതുതായിട്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയും എന്നാൽ നിങ്ങൾ അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അത് നിലവിൽ കിട്ടിയ ആ ഒരു അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് കോളേജിൽ ഫീസ് അടച്ച് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ പിന്നീട് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് വീണ്ടും പുതുതായിട്ട് നിങ്ങൾ ഓപ്ഷനുകൾ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സൗകര്യം വെബ്സൈറ്റിൽ പിന്നീട് ലഭ്യമാവുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.